വൈകുന്നേരത്തെ ചായയ്ക്ക് ഒരുപാട് മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ 2 സവാള ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി ഒരു ചൂട് ചായയുടെയും അതേപോലെ തന്നെ സോസിന്റെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺഫ്ലോർ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ചതച്ചെടുത്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം മാത്രം എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടി കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ആദ്യമേ വെള്ളം ഒരുപാട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഇതേപോലെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് അങ്ങനെ ലൂസ് ആവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ കറക്റ്റ് ആയിട്ടാട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. എങ്കിൽ മാത്രമാണ് സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാവിൽ നല്ലോണം തന്നെ ഒന്നും കൂടി കോട്ട് ചെയ്തിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ കോട്ടിങ് വരില്ല. അതുകൊണ്ടാണ് ഈ ഒരു പരുവം കറക്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 സവാള എടുത്ത് നല്ലോണം തന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം റൗണ്ടായിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തും കൂടി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോവാതെ തീരെ അങ്ങോട്ട് കനം കുറയാതെ ഈ ഒരു വലിപ്പത്തിലാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടത് ഈ ഒരു വലിപ്പം കറക്റ്റാണ്. ഒരുപാട് വലിപ്പം കൂടുതലുമില്ല, തീരെ അങ്ങോട്ട് കനം കുറഞ്ഞും പോയിട്ടില്ല. പാകത്തിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതേപോലെ ഒന്നങ്ങോട്ട് വിടർത്തി വെച്ചതിന് ശേഷം ഒരു 2 ടീസ്പൂൺ മാത്രം മൈദ എല്ലാത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്നങ്ങോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ സവാളയിലാണെന്നുണ്ടെങ്കിലും ചെറിയൊരു നനവ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ മൈദ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നനവൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടീസ്പൂൺ അത്ര മാത്രം മതി കേട്ടോ. അതൊക്കെ ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോവാതെ ഇതേപോലെ സവാളയുടെ എല്ലാ ഭാഗത്തും ഒന്നും കൂടെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഇതേപോലെ ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കോട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടോ നമ്മൾ ആദ്യമേ 2 ടീസ്പൂൺ മൈദ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തത്. അതിനുശേഷം ബ്രെഡ് ക്രംസിലൂടെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ സവാളയും നമുക്ക് ഇതേപോലെ ഒന്നുകൂടെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. തീരെ അങ്ങോട്ട് കനം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു കനത്തിൽ മാത്രം നമ്മൾ എപ്പോഴും കട്ട് ചെയ്താൽ മതി. എല്ലാ സവാളയും ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ബ്രെഡ് ക്രംസിലും അതേപോലെ തന്നെ മൈദയുടെ മിക്സിലും എല്ലാ സവാളയും ഇതേപോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോട്ട് തന്നെ സമയങ്ങളായത് നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ സവാള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ റെഡി ആയിട്ട് വന്നോളൂ. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരു വശമൊക്കെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം നല്ലോണം തന്നെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതേപോലെ കളറൊക്കെ ഒന്നും കൂടെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ ഒരുപാട് ചേരുവകളെ ഒന്നും തന്നെ ആവശ്യമില്ലാതെ എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. നന്നായിട്ട് കളറൊക്കെ മാറി ശരിക്കും കൂടെ മുരിഞ്ഞ് വന്നപ്പോൾ നമ്മളിവിടെ കോരിയെടുക്കുകയാണ്. ഇതേപോലെ തന്നെ അടുത്ത ബാച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സവാള ഒന്നും കൂടി കോട്ട് ചെയ്ത് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 സവാളയിൽ നിന്ന് അത്യാവശ്യം ഒരു പ്ലേറ്റ് നിറയെ തന്നെ നമുക്ക് സ്നാക്സ് ആയിട്ട് കിട്ടും. പുറംഭാഗിയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് അതേപോലെ തന്നെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സവാളയുടെ ആ ഒരു ടേസ്റ്റ് ആട്ടോ. ഒരുപാട് തണുത്ത് പോവാതെ ചെറു ചൂടോട് കൂടി കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതുപോലെ സോസിന്റെയും അതേപോലെ തന്നെ ചായയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. സ്കൂളൊക്കെ വിട്ട് വിശന്ന് വേദന നമ്മുടെ കുട്ടീസിന് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.